Hi friends, welcome back to Pharma Corner. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഫാർമകോഗ്നോസി ആണ് കേട്ടോ. ഫാർമകോഗ്നോസിയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് ഷാർക്ക് ലിവർ ഓയിൽ, മറ്റൊന്ന് അംല. അപ്പോൾ ഷാർക്ക് ലിവർ ഓയിലിനെ കുറിച്ചും അംലയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതുകൂടാതെ ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന MCQസും നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൈറ്റമിൻസ് എന്താണെന്ന് നോക്കാം. Vitamins are the substance which are considered to be essential for the maintenance of normal metabolic functions. അപ്പോൾ നമ്മുടെ ബോഡിയുടെ നോർമലായിട്ടുള്ള മെറ്റബോളിക് ഫങ്ഷൻസ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് വൈറ്റമിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റബോളിക് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് വൈറ്റമിൻ. ബട്ട് ദേ ആർ നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഓൺ ഇറ്റ്സ് ഓൺ. എന്നാൽ നമ്മുടെ ബോഡിയിൽ അത് തനിയെ സിന്തസൈസ് ആകുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സ്. പുറത്തുനിന്ന് അത് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുറത്തുനിന്ന് പറയുമ്പോൾ മറ്റ് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ അനിമൽസിൽ നിന്നും നമ്മൾ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ വൈറ്റമിൻസ് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ മതി നമുക്ക്. ഓക്കെ, വൈറ്റമിൻസ് ആർ നോർമലി നോട്ട് അസോസിയേറ്റഡ് വിത്ത് എനർജി ഫോർമേഷൻ. എനർജി ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവയല്ല വൈറ്റമിൻസ്. അവയ്ക്ക് എന്താണ് അവരുടെ മെയിൻ റോൾ? എനർജി ട്രാൻസ്ഫോർമേഷൻ റിയാക്ഷനാണ്. ഓക്കെ, സെവറൽ എനർജി ട്രാൻസ്ഫോർമേഷൻ റിയാക്ഷനാണ് വൈറ്റമിൻസ് ഉണ്ടാക്കുന്നത്. സംടൈംസ് ദേ റിസംബിൾ ഹോർമോൺസ് ഇൻ ദെയർ ഫങ്ഷൻ ആൻഡ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ചില ഘട്ടങ്ങളിൽ അവ ഹോർമോണിന് പകരം ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോർമോണിനെ റിസംബിൾ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി നമുക്ക് വൈറ്റമിൻസ്. കെമിക്കലി വൈറ്റമിൻസ് ലാർജ്ലി ഡിഫർ ഫ്രം ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. മറ്റൊരു ഹെഡിങ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. ഏതൊക്കെയാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്? വൈറ്റമിൻ A, D, E, K ഒക്കെയാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നത്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിലോട്ട് നോക്കുമ്പോൾ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ B കോംപ്ലക്സും ഒക്കെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നതാണ്. ഓക്കെ, ജനറലി ഈ ഒരു ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്താണ്? ഈസിലി അബ്സോർബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബും ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ്ക്രീറ്റും ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ നിന്നും. ദേ ആർ നോട്ട് സ്റ്റോർഡ്. ഓക്കെ, ഈ വൈറ്റമിൻ സി ഒന്നും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ വൈറ്റമിൻ B12 മാത്രം സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആകട്ടെ അവ വാട്ടർ സൊല്യൂബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവ ഈസിലി അബ്സോർബിൾ അല്ല. അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യത്തുള്ളൂ? ഒന്നീ ബൈൽ സോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ ഫാറ്റിൻ്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ദേ നോർമലി നോട്ട് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ആൻഡ് ആർ ജനറലി സ്റ്റോർഡ് ഇൻ ദ ലിവർ. അപ്പോൾ അവ യൂറിൻ വഴി എക്സ്ക്രീറ്റ് പൊതുവേ ചെയ്യാറില്ല. പിന്നെ അവ കൂടുതലും നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ A, D, E, K ഒക്കെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസ് A, D, E, K ഒക്കെ എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്? ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വൈറ്റമിൻ A ആൻഡ് D കൂടുതലും ലിവറിലാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ A ആൻഡ് Dയുടെ സോഴ്സ് നോക്കുവാണെങ്കിൽ കോഡ് ലിവർ ഓയിൽ ആൻഡ് ഹാലിബട്ട് ലിവർ ഓയിലാണ് വൈറ്റമിൻ A ആൻഡ് Dയുടെ മെയിൻ സോഴ്സ്. അതേസമയം ഷാർക്ക് ലിവർ ഓയിലും ക്യാരറ്റുമാണ് വൈറ്റമിൻ Aയുടെ റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ Cയുടെ റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അംലയാണ്. അതേപോലെ വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ സോഴ്സ് ഈസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് വൈറ്റമിൻ്റെ ഒരു ഇൻട്രോ പാർട്ട്. ഇനി നമുക്ക് ഷാർക്ക് ലിവർ ഓയിലിലോട്ട് കിടക്കാം. സിനോണിം ഓഫ് ഷാർക്ക് ലിവർ ഓയിൽ, ഇറ്റ് ഈസ് ഓളിയം സെലക്കോയിഡ്സ്. ഓളിയം സെലക്കോയിഡ്സ് ആണ് ഷാർക്ക് ലിവർ ഓയിലിൻ്റെ സിനോണിം. ബയോളജിക്കൽ സോഴ്സ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫിക്സഡ് ഓയിൽ
that is obtained from the fresh and carefully preserved livers of various species of the shark, മെയിൻലി ഹൈപ്പോപ്രയോൺ ബ്രേവിറോസ്ട്രിസ്. അപ്പോൾ ഷാർക്ക് ലിവർ ഓയിലിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ചോദിച്ചാൽ ദേ ആർ ഫിക്സഡ് ഓയിൽ. അവ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഫ്രഷ് ആൻഡ് കെയർഫുള്ളി പ്രിസർവ്ഡ് ലിവേഴ്സ് ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ഷാർക്ക്. ഓക്കെ, അപ്പോൾ ഷാർക്കിൻ്റെ ലിവറിൽ നിന്ന് എടുക്കുന്ന ഫിക്സഡ് ഓയിലാണ് ഷാർക്ക് ലിവർ ഓയിൽ. ഓക്കെ, ജിയോഗ്രഫിക്കൽ സോഴ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരളയിലെ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഷാർക്സിനെ പ്രോസസ്സ് ചെയ്ത് ഓയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഫോർ ദ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഓക്കെ, അതുപോലെ യൂറോപ്യൻ കൺട്രീസിലും ഷാർക്ക് ലിവർ ഓയിൽ നല്ല രീതിയിൽ തന്നെ ലാർജ് സ്കെയിലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഷാർക്ക് ലിവർ ഓയിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന, ഷാർക്കിൻ്റെ ലിവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്താണ് ഷാർക്ക് ലിവർ ഓയിൽ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ ഇവയുടെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദ ലിവേഴ്സ് ആർ ക്ലീൻഡ് ആൻഡ് മിൻസ്ഡ്. ലിവേഴ്സിനെ ക്ലീൻ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? മിൻസ് ചെയ്യണം. എന്താണ് മിൻസ്? സെവറൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അരിയുക. ദ മിൻസ്ഡ് മാസ് ഈസ് ടേക്കൺ ടു എ ബോയിലിംഗ് പോട്ട്. ഈ മിൻസ് ചെയ്ത മാസിനെ നമ്മൾ നെക്സ്റ്റ് ഒരു ബോയിലിംഗ് പോട്ടിലോട്ട് എടുക്കുക. അതിനുശേഷം ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ദ ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ടു റിമൂവ് ട്രേസസ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ 80 ഡിഗ്രിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ബോയിലിംഗ് പോട്ടിൽ എന്ത് പറ്റുന്നു? ലിവറിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് വരും. ആ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ഓയിലിനെ നമ്മൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ടു റിമൂവ് ട്രേസസ് ഓഫ് വാട്ടർ. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഓയിൽ ഈസ് ടേക്കൺ ടു എ വാക്വം സ്റ്റിൽ. ഈ ഓയിലിനെ ഒരു വാക്വം സ്റ്റില്ലിലോട്ട് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അഗെയിൻ ഫോർ ഡീഹൈഡ്രേഷൻ. അതുപോലെ തന്നെ അവയെ ചില്ല് ചെയ്ത് ടു സെപ്പറേറ്റ് സ്റ്റിയറിൻ. സ്റ്റിയറിൻ എന്ന് പറയുന്നത് ഫാറ്റി മോളിക്യൂൾസാണ്. ഈ ക്യാൻഡിൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാറ്റി കോംപ്ലക്സ് ആണ് സ്റ്റിയറിൻ. അപ്പോൾ ഈ സ്റ്റിയറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവയെ വാക്വം സ്റ്റില്ലിൽ കൊണ്ടുപോയി ഡീഹൈഡ്രേറ്റ് ചെയ്ത് ചില്ല് ചെയ്തെടുക്കുക. ദെൻ സെൻട്രിഫ്യൂജസ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഇൻ ഓയിൽ. ഓയിലിലെ സസ്പെൻഡഡ് മെറ്റീരിയൽസിനെയൊക്കെ സെൻട്രിഫ്യൂജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്ലിയർ ആയിട്ടുള്ളൊരു ഓയിൽ കിട്ടുന്നു അല്ലേ. ദ ക്ലിയർ ഓയിൽ ഈസ് മാനിപ്പുലേറ്റഡ് ടു അഡ്ജസ്റ്റ് ദ ഡിസൈർഡ് സ്ട്രെങ്ത്. അതിന് വേണ്ട ഡിസൈർഡ് സ്ട്രെങ്ത്തിലോട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും ഡയറക്റ്റ് എയറിൽ നിന്നുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അൺടിൽ ദേ ആർ ടേക്കൺ ഫോർ പ്രോസസ്സിങ്ങിന് എടുക്കുന്നത് വരെ അവയെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും എയറിൽ നിന്നും ഉള്ള എക്സ്പോഷറൊക്കെ മാക്സിമം മിനിമൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഷാർക്ക് ലിവർ ഓയിലിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ. ഈ ഷാർക്ക് ലിവർ ഓയിൽ കാണാൻ എങ്ങനെ ഇരിക്കുക, അതിൻ്റെ കളർ എന്താ, അതിൻ്റെ ഓർഡർ എന്താ, ടേസ്റ്റ് എന്താ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഷാർക്ക് ലിവർ ഓയിലിൻ്റെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ കളേർഡാണ്. അതിൻ്റെ ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഫിഷി ബട്ട് നോട്ട് റാൻസഡ്. ഇനി ടേസ്റ്റ് ആകട്ടെ ബ്ലാൻഡ് ഓർ ഫിഷി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഷാർക്ക് ലിവർ ഓയിൽ. ദ മെയിൻ കണ്ടൻറ്റ് ഇൻ ദ ഷാർക്ക് ലിവർ ഓയിൽ ഈസ് വൈറ്റമിൻ എ. മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ഷാർക്ക് ലിവർ ഓയിൽ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? മെയിൻലി 2 മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സൾഫ്യൂറിക് ആസിഡും ക്ലോറോഫോമും യൂസ് ചെയ്തുകൊണ്ട് ഷാർക്ക് ലിവർ ഓയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോറോഫോമും അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ആൻറ്റിമണി ട്രൈക്ലോറൈഡും യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 ഗ്രാം ഷാർക്ക് ലിവർ ഓയിലിനെ 1 ml ക്ലോറോഫോമിൽ ഡിസോൾവ് ചെയ്യുക. ശേഷം 0.5 ml സൾഫ്യൂറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് കളർ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ് വയലറ്റ് കളർ പിന്നീട് പർപ്പിളായിട്ട് ചേഞ്ച് ചെയ്യും. ദെൻ ഫൈനലി ടു ബ്രൗൺ കളർ.
ഇതിന് റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഫൈനലി ബ്രൗൺ കളറായിട്ട് അത് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലോറോഫോമും സൾഫ്യൂറിക് ആസിഡും യൂസ് ചെയ്ത് ഷാർക്ക് ലിവർ ഓയിലിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 1 ml ഷാർക്ക് ലിവർ ഓയിലിനെ 10 ml ക്ലോറോഫോമിൽ ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ആൻറ്റിമണി ട്രൈക്ലോറൈഡ് ഇൻ ക്ലോറോഫോമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എ ബ്ലൂ കളർ വിൽ ഡെവലപ്പ്. അതിന് റീസൺ, ആ ബ്ലൂ കളറിന് റീസൺ വൈറ്റമിൻ എയുടെ പ്രസൻസ് ആണ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസസ് ആണ്. യൂസിലോട്ട് വരുമ്പോൾ മെയിൻലി ഇവ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷാർക്ക് ലിവർ ഓയിലിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ടു ട്രീറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്തെന്ന് പറയുന്നു? ആൻറ്റി സിറോഫ്താൽമിക് ഫാക്ടർ എന്നും പറയുന്നു. ഓക്കെ, ആൻറ്റി സിറോഫ്താൽമിക് ഫാക്ടർ എന്നും പറയുന്നു. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് മാത്രമല്ല സൺബേൺ ഓയിൻമെൻറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഷാർക്ക് ലിവർ ഓയിൽ ഇമൽഷനായിട്ടും ഡൈല്യൂട്ട് ആയിട്ടുമൊക്കെ പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. ഇവ ഒരു ന്യൂട്രിറ്റീവ് സോഴ്സാണ്. അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിലിന് പകരക്കാരനായിട്ട് ഷാർക്ക് ലിവർ ഓയിലിനെ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ ഷാർക്ക് ലിവർ ഓയിലിൽ വൈറ്റമിൻ ഡിയും കൂടെ ഫോർട്ടിഫൈ ചെയ്തതിന് ശേഷം കോഡ് ലിവർ ഓയിലിന് പകരക്കാരനായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യാം. കാരണം ഷാർക്ക് ലിവർ ഓയിലിൽ വൈറ്റമിൻ ഡി ഇല്ല. അതുകൊണ്ട് നമ്മൾ അവയെ എന്ത് ചെയ്യണം? ഫോർട്ടിഫൈ ചെയ്യണം. വൈറ്റമിൻ ഡിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കോഡ് ലിവർ ഓയിലിന് പകരക്കാരനായിട്ട് ഷാർക്ക് ലിവർ ഓയിലിനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ് ഷാർക്ക് ലിവർ ഓയിലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ് ആൻഡ് ഇൻ കൂൾ പ്ലേസ് ആൻഡ് ആർ പ്ലേസ്ഡ് ഇൻ കൂൾ പ്ലേസ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് അമ്ലയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അമ്ലയുടെ സിനോണിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അമ്ലയുടെ സിനോണിംസ് ആണ് എംബിലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി, എംബെലിക് മൈറോബാലൻ. ഓക്കെ, അപ്പോൾ എംബിലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി ആൻഡ് എംബെലിക് മൈറോബാലൻ, ഈ മൂന്നെണ്ണമാണ് സിനോണിംസ് ഓഫ് അമ്ല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ സോഴ്സ്. ബയോളജിക്കൽ സോഴ്സിലോട്ട് വരുമ്പോൾ അമ്ല എന്താണ്? നെല്ലിക്ക. അതൊരു ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് എംബിലിക്ക ഒഫിഷ്യനാലിസ്. ഡ്രൈഡോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് ഏത് പ്ലാന്റിൻ്റെ? എംബിലിക്ക ഒഫിഷ്യനാലിസ് പ്ലാന്റിൻ്റെ ഡ്രൈഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ടിനെയാണ് നമ്മൾ ഇതിൻ്റെ ബയോളജിക്കൽ സോഴ്സായിട്ട് പറയുന്നത്. ഓക്കെ, ബിലോങ്സ് ടു ദ ഫാമിലി യൂഫോർബിയേസിയേ. നെക്സ്റ്റ് വൺ ഈസ് ജിയോഗ്രഫിക്കൽ സോഴ്സ്. ജിയോഗ്രഫിക്കൽ സോഴ്സ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ സ്മോൾ ഓർ മീഡിയം സൈസ്ഡ് ട്രീ ഫൗണ്ട് ഇൻ ഓൾ ഡെസിഡ്വസ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഡെസിഡ്വസ് ഫോറസ്റ്റിലും കാണാൻ പറ്റുന്ന ഒരു സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ട്രീ ആണ് അമ്ലയുടെ. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ശ്രീലങ്ക ആൻഡ് മ്യാൻമാർ. ഓക്കെ, കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ. പൊതുവെ അമ്ല വളർത്തിയെടുക്കുന്നത് സീഡ് ജെർമിനേഷൻ വഴിയാണ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പഗേറ്റഡ് ബൈ ബഡ്ഡിങ് ഓർ കട്ടിങ്. ബഡ്ഡിങ്ങും കട്ടിങ്ങും ചെയ്ത് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുണ്ട്. പൊതുവേ ഇവ കാണപ്പെടുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1500 മീറ്റർ വരെ ഓൾട്ടിറ്റ്യൂഡിൽ അമ്ല കാണപ്പെടുന്നു. അമ്ലയുടെ ട്രീ ഫ്ലവർ ചെയ്യുന്നത് ഹോട്ട് സീസണിലും അതേസമയം ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുന്നത് വിൻ്റർ സീസണിലുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കാം. കളർ green changing to light yellow or brick red when matured. Odor none. Taste sour and astringent. Size 1.5 to 2.5 cm in diameter. Okay, ഇനി ഷേപ്പ് നോക്കുവാണെങ്കിൽ ദ ഫ്രൂട്ട്സ് ആർ ഡിപ്രസ്ഡ് ഗ്ലോബോസ്. ഡിപ്രസ്ഡ് ഗ്ലോബോസ് ഷേപ്പാണ്. നെക്സ്റ്റ് കെമിക്കൽസ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിലോട്ട് വരുമ്പോൾ അമ്ല ഫ്രൂട്ട് ഈസ് എ റിച്ച് നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ അസ്കോർബിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അസ്കോർബിക് ആസിഡിൻ്റെ റിച്ചസ്റ്റ് സോഴ്സാണ് അമ്ല ഫ്രൂട്ട്. വൈറ്റമിൻ സി മാത്രമല്ല 0.5% ഫാറ്റ്, 5% ടാനിൻ, അതുപോലെ ഫിലംബ്ലിൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻറ്റും അമ്ലയുടെ കണ്ടൻറ്റിൽ വരുന്നവയാണ്. അതുപോലെ തന്നെ പെക്റ്റിനും ഇവയിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് കേട്ടോ, അമ്ലയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. പിന്നെ പറയുന്നൊരു കാര്യം, it is found that vitamin contents of dried fruit is not lost considerably. ഈ അമ്ല ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ വൈറ്റമിൻസ് ഒന്നും അങ്ങനെ ലോസ് ചെയ്യാറില്ല. ഓക്കെ, വൈറ്റമിൻസ് ഒക്കെ ആ ഒരു എമൗണ്ടിൽ തന്നെ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത് കാണാം. അതിന് കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടാനിൻ.
ടാനിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് വൈറ്റമിൻസ് നഷ്ടപ്പെടാതിരിക്കുന്നത്. ഇങ്ങനെ പൊതുവേ പറയും അംല നമുക്ക് എന്ത് ചെയ്താലും അതിലെ വൈറ്റമിൻ കണ്ടൻറ്റ്, വൈറ്റമിൻ സി കണ്ടൻറ്റ് വേവിച്ചാലും ഡ്രൈ ചെയ്താലും ഒന്നും അതിലെ വൈറ്റമിൻ കണ്ടൻറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. അതിന് കാരണം അതിലെ പ്രസൻസ് ഓഫ് ടാനിൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടാനിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വൈറ്റമിൻ സിയുടെ ഓക്സിഡേഷനെ റിട്ടാർഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഫിലംബ്ലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അത് ഈഥൈൽ ഗാലേറ്റ് എന്നും പറയുന്നു കേട്ടോ. ഫിലംബ്ലിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഈഥൈൽ ഗാലേറ്റ് എന്നും പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് യൂസസ്. അംല ഫ്രൂട്ട്സ് ആർ ലാർജ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ മെഡിസിൻ. ഇറ്റ് ഈസ് എ പോപ്പുലർ ഡ്രഗ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ത്രിഫല ആൻഡ് ചവനപ്രാഷ്. ത്രിഫലയിലും ചവനപ്രാഷിനും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ഇൻഗ്രീഡിയൻ്റ് ആണ് അംല. ആൽക്കഹോളിക് എക്സ്ട്രാക്ട് ഓഫ് ദി അംല ഈസ് ആൻറ്റിവൈറൽ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ഫിക്സഡ് ഓയിൽ ഫ്രം ഫ്രൂട്ട് പോസസ് ദ പ്രോപ്പർട്ടി ഓഫ് പ്രൊമോട്ടിംഗ് ഹെയർ ഗ്രോത്ത്. നമുക്കറിയാം നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ, ഓക്കെ, കാച്ചിയ എണ്ണയിലൊക്കെ നെല്ലിക്ക കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊമോട്ടിങ് ദ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ സീഡ്സ് ഓഫ് ദ ഫ്രൂട്ട് ആർ ഗിവൺ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ ഈ ഫ്രൂട്ടിൻ്റെ അംലയുടെ സീഡിനെ യൂസ് ചെയ്യാറുണ്ട്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഡയറിയ ആൻഡ് ഡിസെൻട്രി കണ്ടീഷനിൽ അംലയുടെ ഡ്രൈഡ് ഫ്രൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദേ ആർ ഓൾസോ അഡ്മിനിസ്റ്റേർഡ് ഇൻ ജോണ്ടിസ്, ഡിസ്പെപ്സിയ ആൻഡ് അനീമിയ എലോങ് വിത്ത് അയൺ കോമ്പൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമാതിരി യൂസസ് അംലയ്ക്കുണ്ട്. ദീസ് ഓൾ അബൌട്ട് അംല. അപ്പോൾ നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് MCQവും കൂടെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ബയോളജിക്കൽ സോഴ്സ് ഓഫ് ആംല. ഓപ്ഷനിൽ എംബിലിക്ക ഒഫിഷ്യനാലിസ്, ഫിലാന്തസ് എംബിലിക്ക, ബോത്ത് A and B, നൺ ഓഫ് ദിസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. നമുക്കറിയാമല്ലേ ബയോളജിക്കൽ സോഴ്സ് ഓഫ് ആംല എന്തായിരുന്നു? ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് എംബിലിക്ക ഒഫിഷ്യനാലിസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി Euphorbiaceae. ഇതാണ് ബയോളജിക്കൽ സോഴ്സ് ഓഫ് ആംല. ഈ പറയുന്ന എംബിലിക്ക ഒഫിഷ്യനാലിസ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഫിലാന്തസ് എംബിലിക്ക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബോത്ത് A and B. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വൈറ്റമിൻ കണ്ടെയ്നിങ് ഡ്രഗ്സ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വൈറ്റമിൻ കണ്ടെയ്നിങ് ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ആംല, സെക്കൻഡ് വൺ ഷാർക്ക് ലിവർ ഓയിൽ, തേർഡ് വൺ അർജുന, ഫോർത്ത് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ബോത്ത് A and B ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വൈറ്റമിൻ കണ്ടെയ്നിങ് ഡ്രഗ്സ്? നമുക്കറിയാം ആംല ആൻഡ് ഷാർക്ക് ലിവർ ഓയിൽ അല്ലേ. ബോത്ത് A and B ആണ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ സിയിൽ അർജുനയുണ്ട്. അർജുനയുടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കുവാണെങ്കിൽ 15% ടാനിൻ, ട്രൈ ടെർപ്പിനോയിഡ് സാപ്പോണിൻ, അർജുനോളിക് ആസിഡ്, അർജുനിക് ആസിഡ്, അർജുനിനിൻ, ദെൻ എലാജിക് ആസിഡ്, അർജുനിക് ആസിഡ്, ബീറ്റ സിറ്റോസ്റ്റിറോൾ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്, മെയിൻ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വരുന്നത് അർജുനയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B, ഓപ്ഷൻ ഡി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ആംല ബിലോങ്സ് ടു ദ ഫാമിലി നോൺ ആസ്. നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ സോഴ്സ് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇറ്റ് ബിലോങ്സ് ടു വിച്ച് ഫാമിലി? Euphorbiaceae ഫാമിലി അല്ലേ, അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഫ്ലക്കോർട്ടിയേസി ഉണ്ട്, Euphorbiaceae ഉണ്ട്, ഗ്രാമിന ഉണ്ട്, പാൽമ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ്, Euphorbiaceae ആണ്. ഇതേ Euphorbiaceae ഫാമിലിയിൽ പെടുന്ന മറ്റൊരു മെഡിസിനൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റർ ആണ് മറ്റൊരു മെഡിസിനൽ പ്ലാന്റ്, വിച്ച് കംസ് അണ്ടർ ദ ഫാമിലി Euphorbiaceae. ഓക്കെ, അപ്പോൾ Euphorbiaceae ഫാമിലിയിൽ പെടുന്നതാണ് ആംലയും കാസ്റ്ററും. നെക്സ്റ്റ് ഫ്ലക്കോർട്ടിയേസിയുടെ കേസ് പറയുവാണെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് ചോൾമുഗ്ര ഓയിൽ, ഓൾസോ നോൺ ആസ് ഹിപ്നോകാർപ്പിക് ഓയിൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം ചോൾമുഗ്ര ഓയിലിനെയാണ് ഹിപ്നോകാർപ്പിക് ഓയിൽ എന്നും പറയുന്നത്, വിച്ച് കംസ് അണ്ടർ ദ ഫാമിലി ഓഫ് ഫ്ലക്കോർട്ടിയേസിയേ. നെക്സ്റ്റ് ഇവിടെ ഓപ്ഷൻ സിയിൽ ഗ്രാമിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാമിനെ ഫാമിലിയിൽ പെടുന്ന ക്രൂഡ് ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ഗ്രാസ് ഓയിലും സ്റ്റാർച്ചും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ലെമൺ ഗ്രാസ് ഓയിലും സ്റ്റാർച്ചും ഒക്കെ ഏത് ഫാമിലിയുടെ കീഴിൽ വരുന്നതാണ്? ഗ്രാമിനെ ഫാമിലിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് പാൽമയാണ്.
പാൽമേ ഫാമിലി ഈസ് ഓൾസോ നോൺ ആസ് അരിക്കേസിയ ഫാമിലി. ഓക്കെ, അരിക്കേസിയ ഫാമിലിയിൽ എന്ന് പറയുന്നതും ഈ പാൽമേ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഈ പാൽമേ ഫാമിലിയിൽ വരുന്ന മെയിനായിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് പാം ട്രീ ആണ് കേട്ടോ, പാം ട്രീ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ആംല ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്. ഇപ്പോൾ മെഡിസിനൽ പർപ്പസിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ആംലയുടെ ഫ്രഷ് ഫ്രൂട്ട്, ഡ്രൈഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് ആണെന്ന് അതിൻ്റെ ബയോളജിക്കൽ സോഴ്സ് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഫ്രഷ് ഫ്രൂട്ട്, അതാണ് ആൻസർ കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അംല കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 1% വെയിറ്റ് ബൈ വെയിറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടാനിക് ആസിഡ്, ഗാലിക് ആസിഡ്, സിന്നമിക് ആസിഡ് ആൻഡ് നൺ ഓഫ് ദ അബവ്. അപ്പോൾ നമുക്കറിയാം ടാനിക് ആസിഡ് ഗാലിക് ആസിഡും അംലയുടെ കണ്ടൻ്റ് ആണ്, എന്നാൽ സിന്നമിക് ആസിഡ് കണ്ടൻ്റ് അല്ല. അപ്പോൾ ഒന്നീ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഗാലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ അംല കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 1% വെയിറ്റ് ബൈ വെയിറ്റ് ഓഫ് ഗാലിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 6, മേജർ വൈറ്റമിൻ പ്രസൻറ്റ് ഇൻ ആംല. നമ്മൾ പറഞ്ഞു ആംലയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സി ഈസ് ഓൾസോ സെറ്റ് ടു ബി അസ്കോർബിക് ആസിഡ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ വൈറ്റമിൻ സി, ഓപ്ഷൻ ബി അസ്കോർബിക് ആസിഡ്, രണ്ടും ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് എങ്ങനെ പറയാം? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. സെവൻത്ത് ക്വസ്റ്റ്യൻ ഈസ്, ascorbic acid which is present in amla fruit is about dash milligram per 100 gram fresh pulp. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 600 to 750 milligram per 100 gram fresh pulp എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് കണ്ടൻറ്റ് ഓഫ് ആംല റിട്ടാർഡ്സ് ഓക്സിഡേഷൻ ഓഫ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഓക്സിഡേഷൻ റിട്ടാർഡ് ചെയ്യുന്നത് ആംലയിലെ ഏത് കണ്ടൻ്റ് ആണ്? ഓപ്ഷൻസ് നോക്കാം, ടാനിൻസ്, മിനറൽ മാറ്റേഴ്സ്, പെക്റ്റിൻ, ആൾ ഓഫ് ദ അബവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടാനിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഓക്സിഡേഷൻ റിട്ടാർഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ സിയുടെ പ്രസൻസ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ടാനിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനറൽ മാറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ആംല ഫ്രൂട്ട് ഈസ്. ഓപ്ഷൻസ് നോക്കാം, ഫോസ്ഫറസ്, അയൺ, കാൽസ്യം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഈ പറയുന്ന ഫോസ്ഫറസും അയണും കാൽസ്യവും ഒക്കെ ആംലയുടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്നതാണ്. ഓക്കെ, ആംലയിലുള്ള മിനറൽ മാറ്റേഴ്സ് തന്നെയാണ് ഫോസ്ഫറസും അയണും കാൽസ്യവും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കഹോളിക് ഓർ അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ആംല ഗീവ്സ് എ ബ്ലൂ കളർ വെൻ ട്രീറ്റഡ് വിത്ത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ആംലയുടെ ആൽക്കഹോളിക് അല്ലെങ്കിൽ അക്വസ് എക്സ്ട്രാക്റ്റ് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലൂ കളർ തരുന്നത്? ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം, ഫെറസൾഫേറ്റ്, ഫെറിക് ക്ലോറൈഡ്, ജെലാറ്റിൻ ആൻഡ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ലാസ്റ്റ് ലെഡ് അസറ്റേറ്റ്. അപ്പോൾ ഇതിൽ ഏത് കെമിക്കലുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ആൽക്കഹോളിക് അല്ലെങ്കിൽ അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ആംല ബ്ലൂ കളർ വരുന്നത്? ഇപ്പോൾ ബ്ലൂ കളർ തരുന്നത് ഫെറിക് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫെറിക് ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആംല സീഡ്സ് ആർ യൂസ്ഡ് ഇൻ ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ആംല സീഡ്സ് ആസ്മയ്ക്കും ബ്രോങ്കൈറ്റിസിനും യൂസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതാണ്, യൂസസിൽ പറഞ്ഞൊരു കാര്യമാണ്. ആംല സീഡ്സ് ആർ യൂസ്ഡ് ഇൻ ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, അപ്പോൾ അത് ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ആംല സ്ലോസ് ഡൗൺ ഏജിങ് പ്രോസസ് ആൻഡ് ഇംപ്രൂവ് സ്കിൻ ഹെൽത്ത്. അതും കറക്റ്റാണ്. ആംല എന്ത് ചെയ്യുന്നു? ഏജിങ് പ്രോസസ്സിനെ സ്ലോ ചെയ്യുന്നു, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? കറക്റ്റാണ്. നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, വൈറ്റമിൻ സി ഇൻ ആംല ഈസ് എ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചർ. യെസ്, ഇറ്റ്സ് ഓൾസോ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സിയും കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ എ, ബി ആൻഡ് സി കറക്റ്റാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംല ഈസ് എ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ആയുർവേദിക് പ്രിപ്പറേഷൻസ് ലൈക്ക്. ഓപ്ഷൻസ് നോക്കാം, ചവനപ്രാഷ്, ത്രിഫല, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചവനപ്രാഷിലും ത്രിഫലയിലും ഒക്കെ യൂസ് ചെയ്യുന്ന മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് ആംല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ഓഫ് ഷാർക്ക് ലിവർ ഓയിൽ. യെല്ലോ ഓറഞ്ച്, പെയിൽ യെല്ലോ, ബ്രൗണിഷ് യെല്ലോ, റെഡ് ടു ബ്രൗൺ, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ പ്രസൻറ്റ് ഇൻ ഷാർക്ക് ലിവർ ഓയിൽ. ഷാർക്ക് ലിവർ ഓയിലിൽ പ്രസൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതാണ് നോക്കാം. ഓപ്ഷൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് നൺ ഓഫ് ദി എബവ്. നമ്മൾ പറഞ്ഞായിരുന്നു ലിവറിൽ പൊതുവെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നതാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ഇ ആൻഡ് കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആയിട്ടുള്ളത് വൈറ്റമിൻ എ ആണ്. നമ്മൾ ഷാർക്ക് ലിവർ ഓയിലിനെ കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞു ഷാർക്ക് ലിവർ ഓയിലിൽ റിച്ച് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, വൈറ്റമിൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 16, ഷാർക്ക് ലിവർ ഓയിൽ കണ്ടെയ്ൻസ്. ഷാർക്ക് ലിവർ ഓയിലിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണുള്ളത് നോക്കാം. ഓപ്ഷൻ എ സ്ക്വാലിൻ, ബി ഒമേഗ 3 ഫാറ്റി ആസിഡ്, സി വൈറ്റമിൻ എ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ്. ഇപ്പോൾ സ്ക്വാലിനും ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻ എയും ഒക്കെ ഷാർക്ക് ലിവർ ഓയിലിൽ ഉള്ള കണ്ടൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെൻട്രേഷൻ ഓഫ് വൈറ്റമിൻ എ പ്രസൻറ്റ് ഇൻ ഷാർക്ക് ലിവർ ഓയിൽ ഈസ് ഡാഷ് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഗ്രാം. അപ്പോൾ ഇവിടെ ഷാർക്ക് ലിവർ ഓയിലിൽ ഏതൊരു കോൺസെൻട്രേഷനിലാണ് വൈറ്റമിൻ എ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് 1000 to 2000, 10,000 to 12,000, 15,000 to 30,000, 30,000 to 40,000. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 15,000 to 30,000. 15,000 to 30,000 IU per ഗ്രാം കോൺസെൻട്രേഷനിലാണ് വൈറ്റമിൻ എ ഷാർക്ക് ലിവർ ഓയിലിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് ഷാർക്ക് ലിവർ ഓയിൽ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഷാർക്ക് ലിവർ ഓയിലിൻ്റെ യൂസസ്? അപ്പോൾ ഓപ്ഷൻ എ ഇൻ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, ഓപ്ഷൻ ബി ന്യൂട്രിറ്റീവ്, ഓപ്ഷൻ സി ബേൺസ് ആൻഡ് സൺബേൺ ഓയിൻമെൻറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. നമ്മൾ പറഞ്ഞായിരുന്നു ഷാർക്ക് ലിവർ ഓയിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ ആൻറ്റിക്സിറോഫ്താൽമിക് ഫാക്ടർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ എ ന്യൂട്രിറ്റീവ്. ദെൻ പറഞ്ഞു അത് ബേൺസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഷാർക്ക് ലിവർ ഓയിൽ. അപ്പോൾ സൺബേൺ ഓയിൻമെൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ദീസ് ഓൾ അബൌട്ട് വൈറ്റമിൻസ്. ഓക്കെ, വൈറ്റമിൻസ് ഫാർമകോഗ്നോസിലെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഷാർക്ക് ലിവർ ഓയിലിനെയും അമ്ലയും കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ പൊതുവെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് MCQവും കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.